ഞങ്ങൾ ഇന്ന് കോന്നി ഫെസ്റ്റിന് പോവാണ് ഗൈസ്. ഈ ഡിസംബർ 20 തുടങ്ങി ജനുവരി 1 വരെ, ഇത് ലാസ്റ്റ് ഡേറ്റ് ജനുവരി 1. ഞങ്ങൾ അവിടെ വരെ പോവാണ്. ക്രിസ്മസിന് അവിടെ ഭയങ്കര തിരക്ക് കൂടുതലാണ് ഗൈസ്, അതുകൊണ്ട് ഞങ്ങൾ പോവാണ് ഗൈസ്. ഈ കണ്ണാടി എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പർ അല്ലേ? ഞാനും അമ്മയും കൂടിയാണ് ഗൈസ് പോകുന്നത്. കോന്നി ഫെസ്റ്റിന് ഞങ്ങൾ പോവും. അവിടെ കാര്യങ്ങൾ എന്തോന്ന് അറിയത്തില്ല, കഴിഞ്ഞ വർഷം ഞാൻ പോയിട്ടില്ല. വഴിയെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുവാണ് ഗൈസ്. ഈ സ്പെക്സ് എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാവോ? വഴി അതിൻ്റെ കാര്യങ്ങളൊക്കെ വരും ഗൈസ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മളിപ്പോൾ കോന്നി ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് എത്തി ഗൈസ്. നമ്മളിപ്പോൾ എൻട്രി പാസ് എടുക്കാൻ പോവുകയാണ്. അവിടെ എൻട്രി പാസ് എടുക്കുന്ന ടിക്കറ്റ് കൗണ്ടർ ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ എല്ലാവരും പറയുന്നത് കൂപ്പൺ കിട്ടുമെന്നാണ്. കൂപ്പൺ കിട്ടും. ഒരാളെ എടുത്തോണ്ട് പോയപ്പോൾ കൂപ്പൺ 2 കൂപ്പൺ ഇരിപ്പുണ്ടായിരുന്നു അവരുടെ കയ്യിൽ. 2 പേരുണ്ടെങ്കിൽ 2 കൂപ്പൺ, അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ അത്രയും കൂപ്പൺ കിട്ടും ഗൈസ്. ഇപ്പം ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് 2 കൂപ്പൺ കിട്ടി ഗൈസ്. എന്ന് പറഞ്ഞൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. കമോൺ ഗൈസ്, നമ്മൾ എൻട്രിയിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി ചേട്ടന് കൊടുക്കണം ഗൈസ്. അത് എന്നിട്ട് ഞാൻ മണ്ടനം പോലെ നടന്നു വന്ന് ഇപ്പം അമ്മ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലായാതെ എടുക്കണമെന്ന്. എന്നിട്ട് മറ്റേ സാധനമൊക്കെ കൊടുത്തിട്ട് അത് അമ്മേൻ്റെ കയ്യിൽ കൊടുത്ത് അവിടെ ഫുള്ളും ഗാർഡൻ പോലെ സെറ്റ് ചെയ്തേക്കാണ് ഗൈസ്. നോക്ക് ഗൈസ്, ഫുള്ളും ഗാർഡൻ പോലെ എങ്ങനെയുണ്ട് ഗൈസ്. പിന്നെ അവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്, പിന്നെ അവിടെ ഒരു മല പോലെ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കൂപ്പൺ എഴുതിയിടുവാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ കൂപ്പൺ എഴുതിക്കൊണ്ടിരിക്കുക. താരക് സുരാജ് അമ്മേനോട് ചോദിച്ചു ഞാൻ എൻ്റെ മാത്രം എഴുതിയാൽ മതി അല്ല. അപ്പോൾ അമ്മ പറഞ്ഞു നിൻ്റെ മാത്രം മതിയെന്ന്. ഒരെണ്ണം ഞാൻ എഴുതി, ഒരെണ്ണം അമ്മ എഴുതി. പിന്നെ ആ റെയിൻബോ കെട്ടിയ ഊഞ്ഞാലല്ലേ, ആ ഊഞ്ഞാലിരുന്ന് ഞാൻ ആടുവാണ് ഗൈസ്. ആട്ടം. എന്നിട്ട് ഞാൻ ഇങ്ങനെ കൈവിട്ട് അമ്മ പറയുന്ന പിടിച്ചിട്ട് ഞാൻ പിടിക്കുന്നില്ല ഗൈസ്. പിന്നെ അവിടെ ഒരു ഓട്ടോ കാണിച്ചില്ലായിരുന്നു ഞാൻ, അതൊന്നുമില്ല. പിന്നെ ഞാൻ കിക്കറടിക്കുമായിരുന്നു ഗൈസ്. തലയിൽ കിക്കറടി. എന്നിട്ട് അവിടെ ഇറങ്ങുവാണ് ഗൈസ് ഞാൻ. എന്നിട്ട് വീണ്ടും കയറിയിരുന്നു. നല്ല രസമുണ്ട് ഗൈസ് അത് കളിക്കാൻ. പക്ഷെ ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചോണ്ട് വന്നെ ഗൈസ്. പിന്നെന്തേ നമ്മളിവിടെ ഫർണിച്ചർ അവിടെ നിന്ന് വരുമ്പോൾ ഒരു സ്ഥലം ഉണ്ടാകും, കുറെ ഫർണിച്ചറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഇതേപോലത്തെ സ്ഥലമൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങളുണ്ട് ബെഡ് അതെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ കരിപ്പട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഞാൻ കുറച്ച് കരിപ്പട്ടി അതൊക്കെ മേടിച്ചു. പിന്നെ ഇവിടെ കാർപ്പറ്റ്, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഈ സാധനം അറിയാവോ? നമ്മളുടെ ഈ ആൾക്കാർക്കൊക്കെ തലവേദന അതൊക്കെ എടുക്കുമ്പോൾ ചൂടുവെള്ളം വെച്ചിട്ടൊക്കെ എടുക്കുന്നത്. ഞാൻ എന്താ അമ്മയോട് ഇതൊക്കെ കാണിച്ചോണ്ടിരിക്കുക ആങ്കിള്. പിന്നെ അവിടെ മസാജറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ അച്ചാറുള്ള സ്ഥലത്തോട്ട്. എനിക്ക് ഈ അച്ചാറില്ല കണ്ടാ പിന്നെ മാറ്റത്തില്ല. അവിടെ നല്ല അച്ചാറൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ കുറെ ഫാമിലിയൊക്കെ പിന്നെ കണ്ടോ കത്തി കോടാലി അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പോയി ഗൈസ് ഒരു മാജിക് പെന്ന് പോലത്തെ ഒരു സാധനമുണ്ട് ഗൈസ്. ഇത് തുറക്കണം. എന്നിട്ട് കൈ വരച്ചിട്ട് അവിടെ ഒരു ലൈറ്റ് ഉണ്ട് അതിൽ. എന്നിട്ട് അത് അടിക്കുമ്പോൾ അത് കാണും. അതിൻ്റെ ഞാൻ ഈ പച്ച കളറല്ല മേടിച്ച, ഒരു ഓറഞ്ച് കളറാ. അത് ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് 40 രൂപ എന്ന് പറഞ്ഞ് എടുത്ത് കൊടുത്തു. പക്ഷേ വലിയ ആളെന്ന് പറഞ്ഞ് അമ്മ അറിയരുത്. പിന്നെ അതിൻ്റെ ഓറഞ്ച് കളറാ, പച്ച കളറല്ല വയസ്സ്. ഞാൻ ഓറഞ്ച് കളറാണ് വെച്ച് എൻ്റെ കൈ കണ്ടോ വയസ്സ്. പിന്നെ ഇവിടെ ഈഗിൾ ടൈംസ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കുറേ വാച്ചുണ്ട്. ഈ ഒരു വാച്ച് 200 രൂപ 40 അങ്ങോട്ട് കട്ടായി ഗൈസ്. പിന്നെ ഇവിടെ വന്നപ്പോൾ അവിടെ ഇലക്ട്രിക് ഡോഗ് ഉണ്ടായിരുന്നു ഗൈസ്. ഇലക്ട്രിക് ഡോഗ്. പിന്നെ ഇവിടെ ഒരു വിഷയം, അതിൻ്റെ പേരെന്തോന്നും ഞാൻ മറന്നു ഗൈസ്. പിന്നെ അവിടെ VR ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് അതേപോലത്തെ ഒരു സാധനത്തിൽ കയറുവാണ്. അത് ഈ മൂണിനെ കുറിച്ചുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത് ഇലക്ട്രിക് ഡോഗ് റോബോട്ട്സാ. ഇതിനകത്തൊരു കോമഡി ഉണ്ടാകും ഗൈസ്, നിങ്ങൾ നോക്കിക്കോ. എന്നെ ഇപ്പം തിരിയുവേ. ആ അങ്കിളാ കണ്ടോണ്ടിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് അല്ല, കൺട്രോളിങ്. പേടിക്കണ്ടെന്ന് പറയുന്നുണ്ട് ഗൈസ്. അച്ഛൻ ചാറ്റ് ചെയ്യുന്നു പിന്നെ മനസ്സിലായി. പിന്നെ അവിടെ മറ്റേ ഈ സാധനത്തിന് പേരെന്തോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം ഗൈസ്. നമസ്തേ ഒക്കെ കാണിച്ചു. പിന്നെ എന്തോ ഇമാജിനേഷൻ ഒരു സ്ക്രീൻ പോലെ എന്തോ കാണിച്ചു. അതേപോലെ ഞാനും കാണിച്ചു. പടക്കോ എന്ന് പറഞ്ഞ ഇതാ ഗൈസ് കോമഡി. പിടിക്കോ എന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ ഇരുന്നു.
കഴിച്ചിട്ട് നമ്മളത് കയറാൻ പോവായിരുന്നു. ഞാൻ ചിരിയോടെ തിരികെ പിന്നെ ഞാൻ കയറാൻ പോകണേ. ഞാൻ VR കയറുക എന്നുള്ള എക്സ്പെരിമെന്റ് കയറുകയാണ്. പക്ഷെ ഫസ്റ്റ് ഞാനും അമ്മയും കൂടി മറ്റേ അതുള്ള സ്ഥലത്ത് ചെയ്യുമായിരുന്നു. ഇത് കയറുമായിരുന്നു ഗൈസ്. പിന്നെ ഇത് കയറിയത് ഫുള്ളും VR ഒക്കെയാ. എന്നിട്ട് ഞാൻ ഷൂ കഴിച്ചിട്ട് പെട്ടെന്ന് കയറി. എന്നിട്ട് കാറ്റ് വന്നു. ഗൈസ് ഇത് പ്ലാനറ്റോറിയാണ്. ബാക്ക് ടു മൂൺ ഫോർ ഗുഡ് എന്നൊക്കെ കാണിക്കുന്നു. മൂണിൻ്റെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ VR ഉള്ള സ്ഥലത്തോട്ട് പോയി. ഫസ്റ്റ് ഞാൻ എണീറ്റ് ഗൈസ്. എൻ്റെ കോപ്രായങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കണ്ടോണേ. ഞാൻ ഫസ്റ്റ് VR ഞാനൊരു സാന്റാക്ലോസ് ആയിരുന്നു ഗൈസ്. സാന്റാക്ലോസ് ആയിരുന്നു ഗൈസ് ഞാൻ. പിന്നെ സെക്കൻഡ് ഒരു VR ഞാൻ ചെയ്തായിരുന്നു ഗൈസ്. ഫസ്റ്റ് VR ഞാൻ ഇങ്ങനെ സാന്റാക്ലോസ് ആയിരുന്നു. അങ്ങനെ കുറെ പ്രാവശ്യം സാന്റാക്ലോസ് വരുന്നല്ലേ. ഫസ്റ്റ് ഞാൻ അപ്പോൾ വേറെ എല്ലാം സ്റ്റേജെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കൈ ഇടണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എൻ്റെ കോപ്രായങ്ങൾ നിങ്ങൾ കണ്ടോണേ. ഇട്ടു എന്നൊക്കെ പറഞ്ഞു സെറ്റ്. എൻ്റെ കോപ്രായങ്ങൾ നിങ്ങൾ കണ്ടോളി. ഇങ്ങനെ എടുത്തു ഇട്ടു. നമുക്ക് കണ്ട സ്റ്റിയറിങ് അടിയുന്ന പോലെ ഇട്ട ഇത് കണ്ടോ. ഇങ്ങനെ ഓന്നൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ പുറകോട്ട് തിരിയുന്നതാണ്. അത് എലവേറ്റർ കയറണം. അപ്പോഴാണ് എൻ്റെ തലേന്ന് കൂടിയോ തല നല്ല വരുമ്പുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ അങ്ങനെ ഇട്ടു. എന്നിട്ട് എലവേറ്ററിക്കാണ് വേണ്ട. ഞാൻ എലവേറ്റർ കയറാൻ വേണ്ടി പോയായിരുന്നു. എന്നിട്ട് ആങ്ങളൊന്ന് എല്ലാം തീർന്നു ചോദിച്ചു. അപ്പോൾ തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തോ തലയ്ക്ക് വട്ട് പിടിച്ച പോലെ ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പോകുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ടോ ഇതുണ്ടായിരുന്നു. പിന്നെ ഈ സാധനത്തിൽ ഞാൻ കയറി. എൻ്റെ കർത്താവേ, ഒരു ദിവസം ഞാൻ ഇത് ഫസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഒന്ന് വലിയ പക്ഷേ സെക്കൻഡ് കോൺഫിഡൻസ് ആയി. തേർഡായപ്പോൾ തലയും കുത്തി താരൊക്കെ അത് മാത്രം ചെയ്തിട്ടില്ല. കണ്ടോ ഇത് മറ്റേ മുമ്പിലോട്ട് പോകുന്ന സാധനം കണ്ടോ ഇതിന്റെ തോന്നിയ സ്ഥലത്തോട്ട് പോകുന്ന പോലെ. ഞാൻ പറഞ്ഞു പോവായിരുന്നു കേട്ട്. ഗൈസ് നോക്ക് കണ്ടോ ആ ചേട്ടനായിട്ട് കൂട്ടിമുട്ടി തോന്നുന്നു. ഞാൻ അങ്കിളുടെ കൈ നോക്കി ഇങ്ങനെ കൈ വെച്ചിട്ട് കൈ നോക്കി കാണിക്കാൻ നിങ്ങളിപ്പോൾ കാണും ഗൈസ്. ആ പോയിന്റിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ എന്തോ ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങനെ ആ അങ്കിളുടെ കൈ തന്നെ ഞാൻ നോക്കി. എന്തൊക്കെയാണെന്നറിയത്തില്ല, പക്ഷെ അങ്ങനെ നേരെ നിൽക്കുന്നോണ്ടാന്ന് തോന്നുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു കറക്കം ഉണ്ടായിരുന്നു. രണ്ടു ഒറ്റ ബ്ലൗസ് കൊടുത്തപ്പോൾ എന്നൊരു കറക്കം. കണ്ട ഇതൊന്നും അല്ല. അവിടെ വെച്ച് ഹെലികോപ്റ്റർ എന്ന് പറയുന്ന പോലത്തെ ഒരു അതേപോലെ കിടന്ന് കറങ്ങുമായിരുന്നു. എൻ്റെ കർത്താവ്. എന്നിട്ട് ആ അങ്കിൾ എന്നെ പറ്റുന്നില്ല. അതിൻ്റെ ഒക്കെ ഒരു കൊച്ചുരുപ്പ് വന്നു ഇങ്ങോട്ട്. പിന്നെ നമ്മൾ മിഠായുള്ള സ്ഥലത്തൊക്കെ പോയി. കണ്ടോ കുറേ മിഠായിണ്ട്. പമ്പര മിഠായി, അതൊക്കെ അങ്ങനത്തെ മിഠായിയൊക്കെ ഉണ്ട്. ജെല്ലി മിഠായി. വേണ്ടെന്ന് ഞാൻ പറയുന്ന അമ്മ എന്തൊക്കെയാതൊക്കെ ഗൈസ്. കണ്ടോ പണ്ടത്തെ 20 ഉണ്ട് എല്ലാം കിട്ടാണ്ട്. പിന്നെ ആർക്കൊക്കെ ഇങ്ങനത്തെ കളർ പപ്പടം ഇഷ്ടം? എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഓർബീസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഓർബീസ് മേടിച്ചില്ല. ഈ പള്ളിപ്പെരുന്നാളൊക്കെ വരും, അപ്പോൾ കുറേ ഓർബീസ് മേടിക്കും ഗൈസ്. ഞാൻ അങ്ങനെ ഇവിടെ കുറേ അത്തറ് കടയൊക്കെ ഉണ്ട് ഗൈസ്. അത്തറ് കട ഇവിടെയൊക്കെ വന്നു. പിന്നെ എൻ്റെ ഈ പേന, ഞാൻ ഈ പേന മാറ്റി ഗൈസ്. അവിടെ ഇങ്ങനത്തെ കട, ഇതൊക്കെ കട ഉണ്ടായിരുന്നു ഗൈസ്. കോസ് എന്നൊക്കെ കാണിച്ചിരുന്നു. എന്തൊക്കെയോ ചക്ക അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു. വെട്ടത്തി അങ്ങനത്തെ കുറേ. പിന്നെ എന്തുവാ കൃഷ്ണൻ്റെ അതൊക്കെ ഉണ്ട് ഗൈസ്. എന്നെ പോക്കോണുള്ള സ്ഥലം കണ്ടോ. ഇവിടുന്ന് ഞാൻ കുറേ പാനിപ്പൂരിയൊക്കെ കഴിച്ചു ഗൈസ്. ഞാൻ അങ്കിളിനോട് കുറേ പ്രാവശ്യം വിളിച്ച്, അങ്കിളെ ഒരു പ്ലേറ്റ് പാനിപ്പൂരി. നിങ്ങളൊരു കാര്യം കാണുന്നത് ഞാൻ ഇതിൻ്റെ ചോദിക്കുന്നത് ഒറ്റടിക്ക് കേട്ടോ. ഒറ്റടിക്ക് ഇങ്ങനെ പകുതിപ്പടിയായിട്ടല്ല, ഒറ്റടിക്ക് ഞാൻ വായിട്ട് ഗൈസ്. പിന്നെ കരിമ്പ് ജ്യൂസാണ്. അമ്മയോട് വെച്ച് വേണോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇന്ന് ഗൈസ്. പിന്നെ അവിടെ ഒരു അത്ര കട ഉണ്ടായിരുന്നു.
ഇവിടെ കുറേ പൗച്ച്. പിന്നെ ഇതേ ഇവിടെയാണ് അടുത്ത VR ഞാൻ കളിക്കുന്നത്. അങ്ങ് അറ്റത്തൊരു സ്ഥലം കണ്ടോ, ഇവിടെ ഓട്ടോ അങ്ങോട്ടൊക്കെയാണ്. അതെ, ഞാൻ VR വെച്ചു. ഇതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ സൈഡിൽ സാലറി ക്ലോസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഞാനൊരു ഡ്രൈവറായിരുന്നു. ഒരു ഡ്രൈവർ ജുറാസിക് പാർക്കിൽ ഒരു ടീറെക്സ് വന്നായിരുന്നേ. അപ്പം എന്തുവാ ടീറെക്സ് വന്നപ്പോൾ ചെയ്തു. എന്നിട്ട് ഇപ്പുറത്ത് സാന്റാക്ലോസ് ഇരുന്ന് എന്തുവാ അത്രയും വലിയ ടീറെക്സ് നമ്മളെ കൊല്ലാൻ വരുമ്പോൾ സത്യം ജിങ്കിൾ ബെൽ ജിങ്കിൾ ബെൽ ജിങ്കിൾ ഓൺ ദ ബെൽ എന്ന് പറയുന്ന പാട്ടും പാടിക്കൊണ്ടിരിക്കുക. മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കയറി ഒരു സ്ഥലമുണ്ട്, അമ്മയെ വിളിക്കാൻ പോയതാണ് ഗൈസ്. ഞാൻ നോക്ക് ഇവിടെ ഫുള്ളും കിളികളാണ് ഗൈസ്. ജുറാസിക് പാർക്ക്. പിന്നെ അമ്മ പറഞ്ഞു ഫുള്ളും കിളികളാണ് ഗൈസ്. നോക്ക് കണ്ടോ, ഞാൻ പേടിച്ചാ ഗൈസ് പോകുന്നേ. വേണ്ടെന്ന് പറഞ്ഞ് വേണ്ട എനിക്ക് പേടിയാണെന്നൊക്കെ കാണിച്ചിട്ടുണ്ടോ. കാരണം ഞാൻ കുഞ്ഞാ പോകുന്നു, PUBG കളിക്കുന്നൊന്നുമില്ലായിരുന്നു. എനിക്ക് അത്രയ്ക്ക് പേടിയാ. കണ്ടോ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഇതൊക്കെ ഇറങ്ങി ഇവിടെ കുറേ സ്ഥലമുണ്ട് കണ്ടോ. ഡാൻസ് കളിക്കുക, ഡാൻസായി. പിന്നെ എനിക്ക് പോലെ കളിപ്പാട്ടം മേടിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ സ്ഥലമൊക്കെ എത്തി ഗൈസ്. ഇവിടുന്ന് ഞാൻ വല്ലതും നോക്കി, പക്ഷെ ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. എന്നിട്ട് ഞാനൊരു ലേസർ മേടിച്ചു. ഇവിടുന്ന് അല്ല, വേറൊരു ഇങ്ങനെ വഴി നിൽക്കുന്നത് അവിടെ പോലത്തെ അങ്ങനത്തെ ആൾക്കാരൊക്കെ നിൽക്കുന്നത്. അവിടെ ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ പള്ളിപ്പെരുന്നല്ലൊക്കെ കാണത്തില്ലേ, അതേപോലെ. പിന്നെ ഇങ്ങനെ വാട്ടർഫോൾ ഉള്ള സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു. വാട്ടർഫോൾ അമ്മ പറയുന്നത്, പക്ഷെ എൻ്റെ മേലിൽ കുറേ നനഞ്ഞു ഗൈസ്. പിന്നെ അവിടെ ഇതുണ്ട്, അവിടെ ഇങ്ങനെ വെക്കുന്ന ആൾക്കാർ, അവിടെ നിന്ന് വിളിച്ച് ഈ ചേണ്ട ഇതേപോലത്തെ ഗൈസ് നമ്മള് ലേസറാണ് ഗൈസ് മേടിച്ചത്. ഒരു ബ്ലൂ കളർ ലേസർ ഗൈസ്. അതിൻ്റെ 100 rupees ആയിരുന്നു. പിന്നെ അത് വെച്ച് ഞാൻ കുറച്ച് നേരം കളിക്കുമായിരുന്നു. എനിക്കിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ഹുക്ക് കിട്ടുമായിരുന്നു ഗൈസ്. പിന്നെ ഒരു ഫുഡ് കഴിച്ചു. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയുന്നില്ല. പിന്നെ ആ ചേണ്ട ചെയ്യുന്ന ഗൈസ് ഞാൻ മേടിച്ചത് കടലിൽ അതൊക്കെ ഇട്ടിട്ടുള്ള. പിന്നെ പുറത്തും കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്, റോസ്, ജാസ്മിൻ, അങ്ങനത്തെ കുറേ ടൈപ്പ് പൂക്കൾ ഗൈസ്. ഞാൻ ഇവിടെ ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്തു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കണ്ടോ. എന്നിട്ട് ഇവിടെ ഇറക്കി ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ വന്നു. ഈവനിങ് വരുവാണ്, നല്ല കാര്യമാണ് ഗൈസ്. പിന്നെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ ഗൈസ്.